Hello everyone, welcome to a new video. Today we are going to examine some common grammar mistakes that we may make while writing and speaking English. Let us examine the nearly 50 sentences today. The first sentence is, he is afraid from dogs. Is it a correct sentence? He is afraid from dogs. No, it's not correct. അല്ലേ? ശരിയായ രൂപം ഏതാണ്? He is afraid ഓഫ് ഡോഗ്സ് എന്ന് പറയണം. അഫ്രൈഡിന് ശേഷം കൊടുക്കേണ്ടുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. സോ ഹീസ് അഫ്രൈഡ് ഓഫ് ഡോഗ്സ്. ഐ ആം അഫ്രൈഡ് ഓഫ് ക്യാറ്റ്സ്. മൈ സൺ ഈസ് അഫ്രൈഡ് ഓഫ് സ്പൈഡേഴ്സ്. സോ അഫ്രൈഡ് ഓഫ് സംതിങ്, നോട്ട് അഫ്രൈഡ് ഫ്രം. So the first sentence, the correct usage, it is he is afraid of dogs. Second sentence, he is having two brothers. What is the second sentence? He is having two brothers. അദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരുണ്ട്. Is correct? No. It is an incorrect sentence. So what's the correct form? ഇവിടെ ഹാവിങ് എന്നുള്ള പദം ഒരു പൊസസീവ് വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് ഹാവിങ് ടു ബ്രദേഴ്സ് എന്ന് ഹാവ് പൊസസീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹി ഹാസ് ടു ബ്രദേഴ്സ് എന്ന് പറയണം. ഇൻസ്റ്റെഡ് ഓഫ് ഈസ് ഹാവിങ് യു മസ്റ്റ് യൂസ് ദ കറക്റ്റ് ഫോം ഹി ഹാസ് ടു ബ്രദേഴ്സ്. ഹി ആയതുകൊണ്ടാണ് ഹാസ് ഉപയോഗിക്കുന്നത്. ഐ ആണെങ്കിലോ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. ഐ ഹാവ് ടു ബ്രദേഴ്സ്. എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് അല്ലേ? You have a brother. I have a car. Never say, I am having a car. I am having a bike. I am having a sister. I have a sister. I have a house. He has a house. Not he is having. Possessive ആയിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രോഗ്രസീവ് ഫോമിൽ അല്ലെങ്കിൽ ING ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. ബട്ട് I am having my lunch. That's correct English. I am having a shower. ഞാനിപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. I am having a shower. I am having my lunch. Having breakfast, having shower, correct sentence ആണ്. But he is having two brothers is not correct. What is the correct form? He has two brothers. The third sentence, he didn't knew the answer. He didn't knew the answer. ഇവിടെ ഡിഡിൻ്റ് വന്നിരിക്കുന്നത് കൊണ്ട് ന്യൂ ഉപയോഗിക്കാൻ പാടില്ല. ഡബിൾ പാസ്റ്റ് വരും. സോ ഹി ഡിഡിൻറ്റ് നോ ദ ആൻസർ. ഐ ഡിഡിൻറ്റ് നോ. ഐ ഡിഡിൻറ്റ് സ്പീക്ക്. ഐ ഡിഡിൻറ്റ് ട്രൈ. ഐ ഡിഡിൻറ്റ് കണ്ടിന്യൂ. ഐ ഡിഡിൻറ്റ് അറ്റൻഡ്. ഐ ഡിഡിൻറ്റ് ഹിയർ. ഹി ഡിഡിൻറ്റ് നോ ദ ആൻസർ. അവൻ ആൻസർ അറിഞ്ഞുകൂടായിരുന്നു. ഹി ഡിഡിൻറ്റ് നോ ദ ആൻസർ. അതല്ലേ ശരിയായ ഫോം. അടുത്ത സെൻറ്റൻസ്, ഹി ഓർഡേഡ് 40. Is it grammatically correct? No. He ordered tea. I ordered 2 books. ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഓർഡർ കഴിഞ്ഞതിന് ശേഷം ഫോർ എന്നുള്ള പ്രപ്പോസിഷൻ വേണ്ട. ഹി ഓർഡേഡ് ടീ. ഐ ഓർഡേഡ് ഫുഡ്. യു ഓർഡേഡ് ഫുഡ്. മൈ ബ്രദർ ഓർഡേഡ് ഫുഡ്. ഐ ഓർഡേഡ് 2 books. നോട്ട് ഓർഡേഡ് ഫോർ 2 books. നെവർ സേ ഓർഡേഡ് ഫോർ ടീ. ബട്ട് he ordered tea for me, it is correct. He ordered tea for me. അത് ശരിയായ സെൻറ്റൻസ് ആണ്. he ordered tea for me. എനിക്ക് വേണ്ടി ടീ ഓർഡർ ചെയ്തു. my father ordered 2 books for me. that's correct. but my father ordered 2 books എന്ന് മാത്രമാണെങ്കിൽ ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് അടുത്ത സെൻറ്റൻസ് ഏതാണെന്ന് നോക്കാം. he is more ടോളർ ദാൻ ഹിസ് ബ്രദർ. ഇവിടെ മോർ എന്നുള്ളതും ടോളർ എന്നുള്ളതും ഡബിൾ കമ്പാരിറ്റീവ് വരുന്നുണ്ട്. സോ ടോൾ അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ടോളറാണ്. അതുകൊണ്ട് മോർ ടോളർ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹീസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. ഹീസ് സ്മോളർ ദാൻ ഹിസ് ബ്രദർ. ഹീസ് ഷോർട്ടർ ദാൻ ഹിസ് ബ്രദർ. ഷോർട്ടറാണ് നല്ലത്. ടോളും ഷോർട്ടുമാണ് നല്ലത് സ്മോളിനേക്കാളും. ഹീസ് ടോളർ ദാൻ, നോട്ട് മോർ ടോളർ. മോർ ടോളർ എന്ന് പറയാൻ പാടില്ല. ശരിയായ ഉപയോഗം ഹീസ് ടോളർ ദാൻ ഹിസ് ബ്രദർ എന്ന് പറയണം. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ ഈസ് വർക്കിംഗ് ഹിയർ സിൻസ് 5 years. ശരിയായ സെൻറ്റൻസ് ആണോ?
ഹീസ് വർക്കിംഗ് ഹിയർ ഫോർ 5 years. 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം, സിൻസ് എന്നുള്ള പദം കിടക്കുന്നത് കൊണ്ട്. സോ ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years എന്ന് പറയണം. സിൻസ് പോരാ, റിയലി സോറി. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years എന്ന് പറയണം. ഇവിടെ 5 year ഒരു പീരീഡ് ഓഫ് ടൈമാണ്, അതുകൊണ്ട് 4 ഉപയോഗിക്കണം. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 5 years കറക്റ്റ് അല്ല. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years എന്ന് പറയണം. ബട്ട് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2005 അല്ല സിൻസ് 2020. 2020 മുതൽ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2020. ബട്ട് 5 years ഒരു പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 25 years. യു ഹാവ് ബീൻ വെയിറ്റിംഗ് ദെയർ ഓർ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ദെയർ ഫോർ 2 hours. ബട്ട് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് സിൻസ് 2020 എന്ന് പറയണ്ടേ? അതാണല്ലോ ശരി ഉത്തരം. നെക്സ്റ്റ് വൺ, ഹി ഗോ ടു സ്കൂൾ ഡെയിലി. ഹി ഗോസ് ടു സ്കൂൾ എവരി ഡേ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഹി ആണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെബിൻ്റെ സിംഗുലർ ഫോം ഉപയോഗിക്കണം. അതായത് ഗോ എന്നുള്ള ബേസ് ഫോം, അതിൻ്റെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഫോംസാണ് ഗോയും ഗോസും. ഇവിടെ സബ്ജക്റ്റ് ഹി ആയിട്ട് വന്നതുകൊണ്ട് ഹി ഗോസ് ടു സ്കൂൾ ഡെയിലി എന്നോ അല്ലെ ഹി ഗോസ് ടു സ്കൂൾ എവരി ഡേ എന്നോ പറയണം. ഐ ഗോ ടു സ്കൂൾ, യു ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ, ബട്ട് ഹി ഗോസ് ടു സ്കൂൾ, ഷീ ഗോസ് ടു സ്കൂൾ അല്ലേ എന്ന് പറയണം. അപ്പോൾ അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ കനോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. സാധാരണയായിട്ട് പലപ്പോഴും പലരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ എഴുതിയും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഷീ കനോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാൻ പാടില്ല. ഷീ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർ ഷീ ഈസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ കനോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഏബിൾ ടു വേണ്ട. ഷീ കാൺട്ട്. ഷീ കനോട്ടിൻ്റെ ഷോർട്ട് ഫോം ഷീ കാൺട്ട്. ഷീ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്നോ റിട്ടൺ ഫോം ഷീ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്നോ പറയണം. കനോട്ട് വന്നതുകൊണ്ട് പിന്നെ ഏബിൾ ടു ഉപയോഗിക്കാൻ പാടില്ല അല്ലേ? ഷീ ഈസ് സഫറിങ് വിത്ത് എ ഫീവർ. ഇസ് ഇറ്റ് എ കറക്റ്റ് സെൻറ്റൻസ്? നോ, ഇറ്റ് ഈസ് നോട്ട് എ കറക്റ്റ് സെൻറ്റൻസ്. ഹീ ഈസ് സഫറിങ് ഫ്രം ഫീവർ എന്ന് പറയണം. ഏതാണ് ശരിയായ പ്രിപ്പോസിഷൻ? ഹീ ഈസ് സഫറിങ് ഫ്രം ഫീവർ. ഐ ആം സഫറിങ് ഫ്രം ഫീവർ. യു ആർ സഫറിങ് ഫ്രം ഫീവർ. മൈ സൺ ഈസ് സഫറിങ് ഫ്രം ഫീവർ, നോട്ട് സഫറിങ് വിത്ത് ഫീവർ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ ഈസ് ലാക്കിംഗ് ഓഫ് കോൺഫിഡൻസ്. പ്രിപ്പോസിഷൻ ആവശ്യമില്ല. ഷീ ഈസ് ലാക്കിംഗ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ലാക്കിംഗ് മണി. ഹീ ഈസ് ലാക്കിംഗ് കോൺഫിഡൻസ്. ഓഫ് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ശരിയായ രൂപം ഏതാണ്? ഹീ ഈസ് ലാക്കിംഗ് കോൺഫിഡൻസ് എന്നേ പറയാൻ പാടുള്ളൂ. ഹീ ഈസ് ലാക്കിംഗ് ഓഫ് കോൺഫിഡൻസ് വേണ്ട. നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ ഡു ഹർ ഹോംവർക്ക് എവരി ഡേ അല്ലെ ഡെയിലി. അവൾ എല്ലാ ദിവസവും ദിവസം തോറും അവളുടെ ഹോംവർക്ക് ചെയ്യുന്നു. ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് വെർബ്? ഷീ ഡസ് എന്ന് പറയണം അല്ലേ? ഐ ഡു മൈ ഹോംവർക്ക്, യു ഡു യുവർ ഹോംവർക്ക്, വി ഡു അവർ ഹോംവർക്ക്, ബട്ട് ഷീ ഡസ് ഹർ ഹോംവർക്ക്. മൈ ബ്രദർ ഓർ മൈ സൺ ഡസ് ഹിസ് ഹോംവർക്ക് എന്ന് പറയണം. ഷീയും ഹീയും മൈ സണ്ണൊക്കെ സിംഗുലറാണ്. ഇത് ഡു പ്ലൂറൽ ഫോമിൻ്റെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഡു ഉപയോഗിക്കുന്നത്. ഐ ഡു മൈ ഹോംവർക്ക് എന്ന് പറയാം, യു ഡു യുവർ ഹോംവർക്ക് എന്ന് പറയാം, ദേ ഡു ദ ഹോംവർക്ക് എന്ന് പറയാം, ബട്ട് ഷീ ഡസ് ഹോംവർക്ക്. രാമു ഡസ് ഹിസ് ഹോംവർക്ക്. അതല്ലേ ശരിയായ ഫോം? അങ്ങനെ പറയണം. സോ വാട്ട് ഈസ് എ കറക്റ്റ് ഫോം? ഷീ ഡസ് ഹർ ഹോംവർക്ക്. ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ക്ലാസ് ഒരു ഇംഗ്ലീഷ് ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് അഡ്വാൻസ് ലേണേഴ്സിന് ഒരുപക്ഷെ ഈ ക്ലാസ് പ്രയോജനപ്പെടില്ല. അടുത്തൊരു ചോദ്യം, ഷീ ഈസ് പ്ലേയിങ് സിൻസ് മോർണിംഗ്. ഷീ ഈസ് പ്ലേയിങ് സിൻസ് മോർണിംഗ്. ഇവിടെ സിൻസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം.
ഷീ ഈസ് പ്ലേയിങ് സിൻസ് മോർണിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് അല്ല. പക്ഷേ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചൊരു വലിയ മിസ്റ്റേക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഐഡിയ കൺവേ ചെയ്യുന്നുണ്ട്. ഷീ ഹാസ് ബീൻ പ്ലേയിങ്, അതാണ് കറക്റ്റ് ഫോം. ഷീ ഹാസ് ബീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ ഷീ ഹാസ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ് എന്ന് പറയണം. നെക്സ്റ്റ് വൺ, ഹി റീച്ച്ഡ് അറ്റ് ഹോം ലേറ്റ്. ശരിയായ സെൻറ്റൻസ് ആണോ? ഷീ റീച്ച്ഡ് അറ്റ് ഹോം ലേറ്റ്. ഷീ റീച്ച്ഡ് ഹോം ലേറ്റ് എന്ന് പറഞ്ഞാൽ മതി. റീച്ച്ഡ് കഴിഞ്ഞിട്ട് ആ പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിയായ ഫോം എങ്ങനെയാണ് പറയുന്നത്? അവൾ വൈകി വീട്ടിൽ വന്നു. ഷീ റീച്ച്ഡ് ഹോം ലേറ്റ്, നോട്ട് അറ്റ് ഹോം ലേറ്റ്. നെക്സ്റ്റ് വൺ, ഷീ മാരീഡ് വിത്ത് എ ഡോക്ടർ. പ്രിപ്പോസിഷൻ തെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ മാരീഡ് ടു എ ഡോക്ടർ. ഷീ ഈസ് മാരീഡ് എന്ന് പറയണം. ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ. ഷീ മാരീഡ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അവളൊരു ഡോക്ടറെ വിവാഹം കഴിച്ചു. ഷീ മാരീഡ് എ ഡോക്ടർ. അല്ലെങ്കിൽ ഷീ ഈസ് മാരീഡ് ടു എ ഡോക്ടർ എന്ന് പറയാം. അതാണ് കറക്റ്റ് യൂസേജ്. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ ഡിഡ് നോട്ട് വെൻ ദെയർ. ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ആണോ അത്? ഷീ ഡിഡ് നോട്ട് വെൻ ദെയർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമോ? ഡിഡ് നോട്ട് വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ചേർക്കണം അല്ലേ? ഷീ ഡിഡ് നോട്ട് ഗോ ദെയർ. ഷീ ഡിഡ് നോട്ട് വെൻറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം ഡിഡ് വന്നിരിക്കുന്നത് കൊണ്ട് പിന്നെ വെൻറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഡബിൾ പാസ്റ്റാണ്. നമ്മൾ വെൻറ്റ് എന്നുള്ളത് ഡിഡ് നോട്ട് ഗോ എന്ന് മാറ്റണം. ഹീ ഡിഡ് നോട്ട് ഗോ ദെയർ. ഐ ഡിഡ് നോട്ട് ഗോ ദെയർ. യു ഡിഡ് നോട്ട് ഗോ ദെയർ. മൈ വൈഫ് ഡിഡ് നോട്ട് ഗോ ദെയർ. അടുത്ത സെൻറ്റൻസ്, ഷീ ഡോണ്ട് ലൈക്ക് കോഫി. അത് ശരിയാണോ? ഷീ ഡോണ്ട് ലൈക്ക് കോഫി എന്ന് പറയുമോ? നോ. ഷീ സബ്ജക്റ്റ് സിംഗുലറാണ്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നെഗറ്റീവ് ആക്കുമ്പോൾ ഷീ ഡസൻ ലൈക്ക് കോഫി എന്ന് പറയും അല്ലേ? നമ്മൾ ശരിയായ ഫോം ഏതാണ്? ഷീ ഡോണ്ട് എന്നുള്ളതല്ല ശരി. ഷീ ഡസൻറ്റ് ഓർ ഡസ് നോട്ട്. ഷോർട്ട് ഫോം ഡസൻ ലൈക്ക് കോഫി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ആം എഗ്രി വിത്ത് യു. ഈസ് കറക്റ്റ്? നോ, ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. വാട്ട് ഈസ് എ കറക്റ്റ് ഫോം? ഐ ആം എഗ്രി വിത്ത് യു എന്ന് പറയുമോ? ഐ ആം ഗോ എന്നോ ഐ ആം റൈറ്റ് എന്നോ? ഇവിടെ ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെ ഇൻഫിനിറ്റീവ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഐ എഗ്രി വിത്ത് യു എന്ന് പറയണം. ഐ ആം എഗ്രി വിത്ത് യു എന്ന് പറയില്ല. ഐ എഗ്രി വിത്ത് യു, അല്ലെ ഐ ലവ് യു, ഐ ഫോളോ യു, ഐ ടീച്ച് യു. ഐ ആം ടീച്ച് യു നമ്മൾ ഇംഗ്ലീഷിൽ പറയത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഐ ആം എഗ്രി വിത്ത് യു എന്ന് പറയാൻ പാടില്ല. ഐ എഗ്രി വിത്ത് യു, നോട്ട് ഐ ആം എഗ്രി വിത്ത് യു. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ആം നോയിങ് ഹിം. ഐ ആം നോ ഹിം എന്ന് ഇംഗ്ലീഷ് നമ്മൾ പറയാറില്ല. വാട്ട് ഈസ് എ റൈറ്റ് ഫോം? ഐ നോ ഹിം. കാര്യം നോ എന്നുള്ള പദം അവിടെ അതൊരു സ്റ്റേറ്റീവ് വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ നോ ഹിം എന്ന് പറയണം. ഐ ആം നോയിങ് ഹിം എന്ന് പറയത്തില്ല. ഐ നോ ഇംഗ്ലീഷ്, യു നോ ഇംഗ്ലീഷ്, ദേ നോ ഇംഗ്ലീഷ്. ഐ നോ ഹിം, ഷീ നോസ് ഹിം എന്ന് പറയാറുണ്ട് അല്ലേ? ഷീ നോസ് ഹിം എന്ന് പറയാം. ഷീ ആണെങ്കിലോ ഷീ നോസ് ഹിം, അവൾക്ക് അദ്ദേഹത്തെ അറിയാം. ഐ നോ ഹിം, എനിക്ക് അദ്ദേഹത്തെ അറിയാം. നെക്സ്റ്റ് സെൻറ്റൻസ്, വി ഡിസ്കസ്ഡ് എബൌട്ട് ദ പ്രോബ്ലം. ഡിസ്കസ് കഴിഞ്ഞാൽ പ്രിപ്പോസിഷനെ എബൌട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് സാധാരണ നമ്മളങ്ങനെ തെറ്റിച്ച് ഉപയോഗിക്കാറുണ്ട്. വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലം ഓർ വി ഡിസ്കസ്ഡ് ദ മാറ്റർ. വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലം, ഡിസ്കസ്ഡ് ദ മാറ്റർ. നോ പ്രിപ്പോസിഷൻ ആഫ്റ്റർ ഡിസ്കസ്ഡ്. വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലം, അവിടെ ഓബ്ജക്റ്റിന് മുമ്പ് ഒരു പ്രിപ്പോസിഷൻ ആവശ്യമില്ല. സോ വാട്ട് ഈസ് എ റൈറ്റ് യൂസേജ്? വി ഡിസ്കസ്ഡ് ദ പ്രോബ്ലം. അടുത്ത സെൻറ്റൻസ്, ഐ ഹാവ് ഡൺ മൈ വർക്ക് യെസ്റ്റർഡേ. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു സേ ഐ ഹാവ് ഡൺ മൈ വർക്ക് യെസ്റ്റർഡേ. ഐ ഹാവ് ഡൺ മൈ വർക്ക് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇവിടെ യെസ്റ്റർഡേ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയണം. ഐ ഹാവ് ഡൺ മൈ വർക്ക്, ഐ ഹാവ് ഓൾറെഡി ഡൺ മൈ വർക്ക്, ബട്ട് ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. വാട്ട് ഈസ് എ കറക്റ്റ് യൂസേജ്? ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ എന്ന് പറയണം. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഐ ഹാവ് ഗോൺ ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാൻ പാടില്ല. യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ ടൈം കൃത്യമായി പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. ഐ ഡിഡ് മൈ വർക്ക് യെസ്റ്റർഡേ. നെക്സ്റ്റ് സെൻറ്റൻസ്, വൺ ഓഫ് ദ ബോയ് ഈസ് ആബ്സെൻറ്റ്. വൺ ഓഫിനെ ചേർത്തിട്ട് വൺ ഓഫ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ യൂസ് ചെയ്യണം അല്ലേ? വൺ ഓഫ് ദ ബോയ്സ്
ഈസ് ആബ്സെൻ്റ് എന്ന് പറയണം. സോറി, വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻ്റ്, അതാണ് കറക്റ്റ്. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെൻറ്റ്. വൺ ഓഫ് ദ ഗേൾസ് ഈസ് ആബ്സെൻറ്റ്. നെക്സ്റ്റ് വൺ, ഐ ആം ബിലോങ് ടു ദിസ് വില്ലേജ്. ഈ ബിലോങ് ഒരു സ്റ്റേറ്റീവ് വെർബാണ്. ഐ ബിലോങ് ടു ദിസ് വില്ലേജ് എന്ന് പറയണം. ഞാൻ ഈ വില്ലേജിൽ ഉള്ള ആളാണ്. ഐ ബിലോങ് ടു ദിസ് വില്ലേജ്. ഐ ആം ബിലോങ്ങിങ് അല്ലെങ്കിൽ ഐ ആം ബിലോങ്ങിങ് എന്ന് പറയാൻ പാടില്ല. ഐ ബിലോങ് എന്ന് പറയണം. അതുപോലെ തന്നെ ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു മീ. ദാറ്റ് ഹൗസ്, ആ വീട് എൻ്റേതാണ്, എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, എൻ്റെ സ്വന്തമാണ്. ദാറ്റ് ഹൗസ് ബിലോങ്സ് ടു മീ എന്ന് പറയണം. ദാറ്റ് ഹൗസ് ഈസ് ബിലോങ്ങിങ് ടു മീ ഈസ് നോട്ട് കറക്റ്റ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് വൺ, ദേ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ്. സിമ്പിൾ ഇറ്റ് ഈസ്. ഏതാണ് ശരിയായ ഫോം? നമ്മൾ ദേ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമോ? ദേ അല്ലയോ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വാസിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ദേ വയർ വെയിറ്റിംഗ് ഫോർ ദ ബസ്. അവ ബസ്സിന് വേണ്ടി ബസ് വെയിറ്റ് ചെയ്യായിരുന്നു, അല്ലേ, ബസ് കാത്തു നിൽക്കുകയായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഡിഡ്ന്റ് റിസീവ്ഡ് യുവർ മെസ്സേജ്. എനിക്ക് താങ്കളുടെ മെസ്സേജ് ലഭിച്ചില്ല. ഐ ഡിഡ്ന്റ് റിസീവ് യുവർ മെസ്സേജ്. ഈസ് കറക്റ്റ്? നോ. ഐ ഡിഡ്ന്റ് വന്നതുകൊണ്ട് നമ്മൾ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡ്ന്റ് റിസീവ് എന്ന് പറയണം. ഐ ഡിഡ്ന്റ് റിസീവ് യുവർ മെസ്സേജ്. ഐ ഡിഡ്ന്റ് സേവ് യുവർ നമ്പർ. ഐ ഡിഡ്ന്റ് കോൾ യു. ഐ ഡിഡ്ന്റ് ഇൻവൈറ്റ് ദം. ഡിഡ്ന്റ് വന്നു കഴിഞ്ഞാൽ ബേസ് ഫോം ഉപയോഗിക്കണം. ഐ റിസീവ്ഡ് യുവർ മെസ്സേജിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഐ ഡിഡ്ന്റ് റിസീവ് യുവർ മെസ്സേജ്. വാട്ട് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്? അതായത് ഐ റിസീവ്ഡ് യുവർ മെസ്സേജ്. യുവർ മെസ്സേജ് ഐ റിസീവ്ഡ്. സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫോറിനേഴ്സൊക്കെ സംസാരിക്കുമ്പോൾ യുവർ എന്നൊന്നും പറയില്ല, യുവർ മെസ്സേജ് എന്നൊക്കെ പറയുള്ളൂ. ഐ റിസീവ്ഡ് യുവർ മെസ്സേജ്. വാട്ട് ഈസ് എ നെഗറ്റീവ് സെൻറ്റൻസ്? I didn't receive your message. So next sentence, there is many students in the class. Many students ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശരിയായ ഫോം ഏതാണ്? there are many students in the class. There are many students in the class എന്ന് പറയണം. So thank you for watching. Let us see with another video. Okay.